സ്വാതി ഇതാ കപ്പിൻ്റെ അകത്ത് കയറി ഇരുന്ന പോലത്തെ ഒരു ഫീലാണ്. സ്വാതി ക്രിസ്റ്റലിനകത്ത് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്ന സ്വാതിയാണിതാ. റൈറ്റിലേക്ക് പോകാൻ പറയുന്നുണ്ട്. റൈറ്റിൽ എന്താണ്, പുറകിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ നേരെ ബസ് ഇറങ്ങി സിൽസോ പോയിന്റിൽ എത്തിയിട്ടായിരിക്കുന്നത്. സിൽസോ പോയിന്റ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ട്രിക്കൈ മ്യൂസിയവും പിന്നെ വി ആറിൻ്റെ കളികളൊക്കെ ഉള്ളത്. നമ്മൾ ട്രിക്കൈയും വി ആറും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഷാങ്ഗ്രില ഹോട്ടലിൻ്റെ നേരെ ഇപ്പുറത്ത് നമുക്ക് ട്രിക്കൈയിലേക്കും ഹെഡ് റോക്ക് വി ആറിലേക്കുള്ള റൂട്ടുണ്ട്. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂട്ട്. ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച റൂട്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള റൂട്ടിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. എല്ലാ നിറങ്ങളും ഉണ്ട് ഇവിടെ. ഇതാ നമ്മൾ ട്രിക്കൈയും നമ്മുടെ ഹെഡ് റോക്ക് വി ആറിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും ടൈമിങ് രാവിലെ 12 തൊട്ട് 7 വരെ, അല്ലെങ്കിൽ 11 തൊട്ട് 7 വരെ, വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. ചൂട് ഇഷ്ടമില്ലാത്തവർ പുകഞ്ഞിങ്ങനെ വേർത്തിട്ടൊക്കെയാണ് നടക്കുന്നത്. നമ്മളൊരു ട്രിപ്പ് വന്നിട്ട് ഇങ്ങനെ പുകഞ്ഞ് നടക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം കൊണ്ട് പോകുന്നൊരു പരിപാടി. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് ഇൻഡോർ സാധനങ്ങൾ വൈകുന്നേരം വരെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രിക്കയിലേക്കും ഹെഡ് റോക്കിലേക്കൊക്കെ വന്നത്. എന്തായാലും അവിടെ AC ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ട്രൗസർ ഇല്ലാത്തവർ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൊമ്പം മീശയും വെച്ചിട്ട് ട്രിക്ക് ഐ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇരിക്കുന്നുണ്ട് കാലും പൊക്കിയിട്ട്. നമ്മളിതാ നേരെ ട്രിക്കൈൻ്റെ അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ മിനറൽ വാട്ടറിൻ്റെ എന്തിൻ്റെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്. ട്രിക്കൈയിൽ കയറുമ്പോൾ ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ ശരിക്കും. ഊഞ്ഞാൽ ഫേസ് ബി ജെൻറ്റിൽ വിത്ത് സ്വിംഗ് ഒരുത്തി ഊഞ്ഞാലാടുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ശരിക്കും ഇത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൾ പാർക്കിലിരുന്ന് ഊഞ്ഞാലാടുന്ന പോലെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു ബിൽഡിങ്ങിനകത്ത് ജസ്റ്റ് ഇരുന്ന് ഊഞ്ഞാലാടുന്നതാണ്. ഇതാ ഒരുത്തൻ പാർക്കിൽ കുടുങ്ങിക്കിടന്ന് കൈ നീട്ടി വിളിക്കുന്നുണ്ട്. ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ക്യാമറ. ട്രിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കണ്ണിനെ ട്രിക്ക് ചെയ്യുന്ന പരിപാടികൾ. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാതി കപ്പിൻ്റെ അകത്ത് കയറി ഇരുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇനി കപ്പിനകത്ത് നിന്ന് ഇറങ്ങി വാ. ഇതാ കപ്പിനകത്ത് നിന്ന് ഇറങ്ങി വന്നു. ഇനി തവളേൻ്റെ കൂടെ കുടയും പിടിച്ചിരിക്കാൻ പോവാണ് സ്വാമോള്. തവളേൻ്റെ കൂടെ കുടയും പിടിച്ച് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജസ്റ്റ് കണ്ണിനെ ട്രിക്ക് ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. നമുക്ക് ഇതിനകത്ത് വേറെ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കാം. ഇവിടെ സജസ്റ്റഡ് പോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ഓരോ പോസും വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പെയിൻറ്റിങ് പോലെ ഉള്ളൂ. പക്ഷേ നമ്മളിതാ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ മരത്തിൽ ചില്ലകൾ ഉള്ള പോലെ ഉണ്ടാവും. ചാടിച്ചാടിപ്പോൾ ഇതാ സ്വാതി മരച്ചില്ലകളിലൂടെ ചാടി പോകുന്ന പോലെ ഉള്ളൊരു ഫീലാണ്. വെള്ളത്തിലേക്ക് ചാടി. ഇതൊക്കെ ഇങ്ങനെ ഓരോ പെയിൻറ്റിങ്സാണ്. ജസ്റ്റ് നടപ്പോൾ പൂവിനകത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ചുറ്റും നമുക്ക് കുറേ ഫോട്ടോസ്. പക്ഷേ അതിനെ നമുക്ക് കണ്ണിനെ ട്രിക്ക് ചെയ്യുന്ന പോലത്തെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്കിങ്ങനെ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അവൾ ക്രിസ്റ്റലിനകത്തേക്ക് കയറാൻ പോവാണ്. സ്വാതി ക്രിസ്റ്റലിനകത്ത് കയറി. അയ്യോ പെട്ടുപോയി. ഇവിടെ ഒരു ചെറുത് ട്രിക്കൈക്കകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. കത്തി വലിച്ചെടുക്കാൻ നോക്കുന്ന സ്വാതിനെ കാണാം. വലിച്ചെടുക്ക്. അടുത്തത് നമ്മളിതാ ലോസ്റ്റ് വേൾഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെയും കുറച്ചൊരു അക്വേറിയം സെറ്റപ്പിൽ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് കുറച്ചെണ്ണം ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് നമ്മളിതാ റെയിൻബോ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഇവിടെ കുറച്ചും കൂടെ മറ്റേ 3D ഫോട്ടോസ് അല്ല, പ്രതിമകളും കാര്യങ്ങളും. സ്വാതി ലോക്കൽ കോള് വിളിക്കുകയാണ്. 10 പൈസ ഇട്, 10 സെൻറ്റ് ഇട്. ഫോൺ വിളിച്ചു. നമുക്കങ്ങനെ കുറേ ഫോൺ ബൂത്ത് കാണാം. ഇവിടെ ഒരാൾ കുട പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്താൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുക്കാൻ പോവാണ്. സ്വാതി ടിന്നിനകത്ത് കുടുങ്ങി കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ നിന്ന് ഫോട്ടോ കുറച്ച് എടുത്തു തന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്ന സ്വാതിയാണിതാ ഒരു കൊച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന കേജിനകത്ത് സ്വാതി പെട്ടിരിക്കുന്നതാണ്. പെട്ടുപോയി ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? പെട്ട് കിടക്കുന്ന സ്വാതിക്ക് പട്ടിക്കൂട്ടിലിട്ട സ്വാതി. അപ്പോൾ അതായിരുന്നു ട്രിക്കൈ മ്യൂസിയം. ഇനി നമ്മൾ നേരെ പോകുന്നത് വി ആറിലേക്കാണ്.
ഹെഡ് റോക്ക് VR. നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നേരെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രിക്കൈയും കാണാം. നമുക്കിതാ ഇവിടുന്ന് VRന്ന് 2 പെന്നും 2 മുഖം മൂടിയും തിരിച്ചാവുന്നു. അതാ സ്വാതിക്കൊരു മുഖം മൂടിയും കിട്ടിയിട്ടുണ്ട് VRന്ന്. ഇത് നമ്മൾ മറ്റേ ഒരേ സാധനം റീയൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അത് നമ്മുടെ മുഖത്ത് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ നമ്മൾ ഓരോ ഗെയിം വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഇതിനകത്ത് ഇനി ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്നുള്ളതൊന്ന് ചൂസ് ചെയ്യണം. ബഞ്ചി ജമ്പിൻ്റെ ടൈപ്പ് ഒരു VR എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് അടിച്ച് പൊട്ടിക്കാനുള്ള ടൈപ്പ് ഓഫ് കളികൾ. സ്നോയിൽ നമുക്ക് പോകാൻ പറ്റും. സ്റ്റോം ബ്ലിസാർഡ് എന്ന് പറഞ്ഞിട്ട് സ്കൈ സ്ക്രേപ്പർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഇവിടെ കാണുന്നുണ്ട്. എക്സ്ട്രീം ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കാണുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ കാണുന്നുണ്ട്. നമുക്കിതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഗെയിം വെച്ചാണ് കളിക്കാൻ പറ്റുന്നത്. നമ്മൾ VR എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ സ്റ്റോം ബ്ലിസാർഡ് എന്നുള്ള സാധനമാണ് ചെയ്യാൻ പോകുന്നത്. അവർ VRൻ്റെ ഹെഡ്സെറ്റൊക്കെ നമുക്ക് വെച്ച് തരുന്നു. ആഹാ, ഓക്കെ. നമ്മൾ VRൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുകയാണ്. ചെവിയിൽ ഇയർഫോണും തന്നിട്ടുണ്ട്. സ്റ്റോം ബ്ലിസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ആഹാ, ചുറ്റും നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ കാണാം കേട്ടോ. ഇതാ 2 ആൾക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നതാണ്. ഓ, നമ്മൾ മറ്റേ ഇതിൽ സ്റ്റോം സാധനത്തിൽ ഇവരുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ചുറ്റും മരങ്ങളും മഞ്ഞുമാണ്. ഇതിപ്പോൾ പതുക്കെ അനങ്ങി തുടങ്ങി. അമ്മേ, റൈറ്റിലേക്ക് പോകാൻ പറയുന്നുണ്ട്. റൈറ്റിൽ എന്താണ്? പുറകിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? പുറകിലെ മുകളിലേക്കൊക്കെ നോക്കിട്ടോ. അപ്പോൾ അതായിരുന്നു ട്രിക്കൈ മ്യൂസിയവും പിന്നെ നമ്മുടെ ഹെഡ് റോക്ക് VRും. മൊത്തത്തിൽ ഒരു കുഞ്ഞു സ്ഥലമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് VRനും ട്രിക്കൈക്കും വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലേ, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് കറക്റ്റ് ഒരു ഫൺ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടും. പ്ലസ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ VR ഒക്കെ രസമുണ്ടാവും. നമുക്ക് കുറച്ച് എല്ലാം ഇപ്പോൾ 4D കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കുറേ മോഷനായ സമയത്ത് ഒരു ജസ്റ്റ് ഒരു ഡിസ്കംഫർട്ട് തോന്നി. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ വന്നിട്ട് ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായേനെ. ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ഫീഡ്ബാക്ക് എന്ന രീതിയിൽ പറയാനാണെങ്കിൽ. നിങ്ങൾക്ക് ട്രിക്കൈൻ്റെയും VRൻ്റെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻറ്റ്സ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിംഗപ്പൂരിൻ്റെ മറ്റ് പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.